ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് പഠിക്കാനുള്ളത് ചാപ്റ്റർ 5 ആണ്. 3 and 4 നമ്മൾ ഒരുമിച്ച് ക്ലാസ് കഴിഞ്ഞു. ഇനി ചാപ്റ്റർ 5 ഓഫ് അനിമൽ ഫാം ബൈ ജോർജ് ഓർവെലിൻ്റെ ഈ ഒരു അഞ്ചാമത്തെ ചാപ്റ്റർ വൈസായിട്ടുള്ള അഞ്ചാമത്തെ ക്ലാസ്സാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അനിമൽസ് അധികാരം പിടിച്ചെടുക്കുന്നതും അവർ മനുഷ്യരെക്കുറിച്ച് പറഞ്ഞതും, രണ്ട് കാലിൽ നടക്കുന്ന ജീവികളൊക്കെ എന്താണ് നമ്മൾ ശത്രുക്കളാണെന്ന് പറഞ്ഞു. മനുഷ്യരിൽ മരിച്ചവർ മാത്രമേ നല്ലവരുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരെന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനകൾക്ക് ശേഷമുള്ളൊരു ഒരു ചാപ്റ്ററാണ്. നോക്കാം. മോളി ബിക്കംസ് ആൻ ഇൻക്രീസിങ് ബേർഡൻ ഓൺ അനിമൽ ഫാം. ഇവിടെ ഇനി മോളിയെക്കുറിച്ച് പറയുകയാണ്. കാരണം എത്ര മനുഷ്യർ ഐക്യപ്പെട്ടാലും അതിലെന്തുണ്ടാവും? ക്ഷുദ്രശക്തികളുണ്ടാകും അല്ലേ? അതിനെ ആ ഐക്യത്തെ ഇല്ലാതാക്കാൻ നടക്കുന്ന ആളുകളുണ്ടാകും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ അതേപോലെ മനുഷ്യരോട് താല്പര്യം കാണിക്കുന്നൊരു ജീവിയായിട്ട് ആരെ മാറ്റാണ്? മോളിയെ മാറ്റാണ്. അപ്പോൾ മോളി ഈ അനിമൽസിന് ബേർഡനായിട്ട് കാണാണ്. ഷീ അറൈവ്സ് ലൈറ്റ് ഫോർ വർക്ക്. പലപ്പോഴും ഇവരുടെ ഈ ജോലി സ്ഥലത്ത് വൈകിയാണ് ആരെത്തുന്നത്? മോളി എത്തുന്നത്. ആക്സെപ്റ്റ് ട്രീസ് ഫ്രം മെൻ അസോസിയേറ്റഡ് വിത്ത് നിയർ ബൈ ഫാംസ്. ഇവരുടെ ജോലി സ്ഥലത്തിനടുത്തുള്ള ഫാമിൽ നിന്നുള്ള മനുഷ്യരിൽ നിന്നും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? പല ട്രീറ്റുകളും ആര് വാങ്ങുന്നുണ്ട്? മോളി വാങ്ങുന്നുണ്ട് എന്നാണ് മൃഗങ്ങളുടെ കംപ്ലൈൻറ്റ്. ആൻഡ് ജനറലി ബിഹേവ്സ് കോൺട്രറി ടു ദ ടെനറ്റ്സ് ഓഫ് അനിമലിസം. മാത്രമല്ല അനിമലിസത്തിൻ്റെ ഇവർ നടപ്പാക്കാൻ പോകുന്ന ഈ മൃഗീയാധിപത്യത്തിൻ്റെ ഇവരുടെ പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമായാണ് ആര് പ്രവർത്തിക്കുന്നത്? മോളി പ്രവർത്തിക്കുന്നത് എന്നൊക്കെയുള്ളൊരു കംപ്ലൈൻറ്റ് അനിമൽസിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവഞ്ച്വലി ഷീ ഡിസപ്പിയേഴ്സ്. പിന്നെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരെ കാണാനില്ലാതെയാകാണ്? മോളിയെ കാണാനില്ലാതെയാകാണ്. എന്താ സംഭവം? ലൂഡ് അവേ ബൈ എ ഫാറ്റ് റൈഡ് ഫേസ്ഡ് മാൻ ഹൂ വർക്ക് സ്റ്റോക്ക്ഡ് ഹർ കോട്ട് ആൻഡ് ഫെഡ് ഹർ സുഗർ. ഇങ്ങനെയുള്ളൊരു ദിവസത്തിൽ ഒരിക്കൽ മോളിയെ കാണാനില്ലാതെയായി അല്ലേ? അങ്ങനെ എന്ത് ചെയ്യണം? ഇവിടെ കണ്ടെത്തി റെഡ് ഫേസ്ഡ് മാൻ, ഒരു മനുഷ്യൻ്റെ അടുത്ത് ജോലിക്കാരിയായിട്ട് ആര് വന്നു എന്നുള്ളതാണ്? മോളി വന്നു. കാരണം എന്താണ്? നേരത്തെ അവൾക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചിരുന്നു ആര്? ഇയാൾ. അപ്പോൾ ഇയാളുടെ ഒരു അടിമയായിട്ട് ആര് പോയി? മോളി പോയി എന്നുള്ളതാണ്. നൗ ഷീ പുൾസ് ഹിസ് കാരേജ്. അദ്ദേഹത്തിൻ്റെ വണ്ടി കാരേജ് വലിക്കുന്ന ജോലിയാണ് ഇപ്പോൾ ആർക്കുള്ളത്? മോളിക്കുള്ളത്. നൺ ഓഫ് ദ അതർ അനിമൽസ് എവർ മെൻഷൻസ് ഹർ നെയിം അഗെയിൻ. പിന്നീട് ഒരിക്കലും ആരും മോളിയുടെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത്. അപ്പോൾ മോളിയെ ഒരു പ്രതിരോധത്തിലാക്കുന്ന, ഇവരെ ഈ അനിമലിസത്തിനെ പ്രതിരോധത്തിലാക്കുന്ന ജോലിയാണ് ആര് ചെയ്തത്? മോളി ചെയ്തത്. അതായത് ഇവരെ നിഷേധിച്ചുകൊണ്ട് മോളി എന്ത് ചെയ്തു? മനുഷ്യരുടെ കൂടെ സഹവാസത്തിന് പോയി എന്നാണ് മൃഗങ്ങൾ പറഞ്ഞത്. ഡ്യൂറിങ് ദ കോൾഡ് വിൻ്റർ ഓഫ് മന്ത്സ് ദ അനിമൽസ് ഹോൾഡ് ദെയർ മീറ്റിംഗ്സ് ഇൻ ദ ബിഗ് ബാൺ ആൻഡ് സ്നോബോൾ ആൻഡ് നെപ്പോളിയൻസ് കോൺസ്റ്റൻറ്റ് ഡിസഗ്രിമെൻറ്റ്സ് കണ്ടിന്യൂ ടു ഡൊമിനേറ്റ് ദ പ്രൊസീഡിങ്സ്. ഡ്യൂറിങ് ദ കോൾഡ് വിൻ്റർ മന്ത്സ്. അങ്ങനെ മാസങ്ങൾ കടന്നു പോവാണ്. പിന്നെ വരുന്നതാണ് കോൾഡ് അല്ലേ? പിന്നെ വിൻ്റർ മന്ത്സ്. ദ അനിമൽസ് ഹോൾഡ് ദെയർ മീറ്റിംഗ്സ് ഇൻ ദ ബിഗ് ബാൺ. അങ്ങനെ വിൻ്ററിൽ അവരെന്ത് ചെയ്തു? വിൻ്ററിൽ എന്ത് ചെയ്യാണ്? തണുപ്പാണ് അല്ലേ? അപ്പോൾ അന്ന് അവർ മീറ്റിംഗ് കൂടാണ് ഇവിടെ അനിമൽസ്. ഈ ബിഗ് ബാൺ, അവിടെയുള്ള ബിഗ് ബാണിൽ അവരെ ഒരു വലിയ തൊഴുത്ത് പോലെയുള്ള സ്ഥലത്ത് അവർ വലിയ മീറ്റിംഗ് സംഘടിപ്പിച്ചു. ആൻഡ് സ്നോബോൾ ആൻഡ് നെപ്പോളിയൻസ് കോൺസ്റ്റൻറ്റ് ഡിസഗ്രിമെൻറ്റ്സ് കണ്ടിന്യൂ ടു ഡൊമിനേറ്റ് ദ പ്രൊസീഡിങ്സ്. പക്ഷേ ഇവിടെയും ഈ അനിമലിനെ ഡൊമിനേറ്റ് ചെയ്യാനുള്ള രണ്ടാളുകൾ ആരൊക്കെയാണ്? സ്നോബോൾ ആൻഡ് നെപ്പോളിയൻ. ഇവരെന്ത് ചെയ്യാണ്? അവർ കോൺസ്റ്റൻറ്റ് ഡിസഗ്രിമെൻറ്റ്സ് കണ്ടിന്യൂ ടു ഡൊമിനേറ്റ് ദ പ്രൊസീഡിങ്സ്. ഇവർ ഈ വിയോജിപ്പ് പ്രകടിപ്പിക്കുകയാണ് അല്ലേ? ടു ഡൊമിനേറ്റ് ദ പ്രൊസീഡിങ്സ്. ആരൊക്കെയാണ്? സ്നോബോൾ ആൻഡ് നെപ്പോളിയൻസ്. Snowball proves a better speaker and debater, but Napoleon can better canvass for support in between meetings. സ്നോബോൾ എന്താണ്? അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ്. സ്നോബോൾ ആൻഡ് ഡിബേറ്റർ. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റുന്ന, ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ടാണ് ആരെ പരിഗണിക്കുന്നത്? സ്നോബോൾ. അതേസമയം നെപ്പോളിയനോ? ക്യാൻ ബെറ്റർ ക്യാൻവാസ് ഫോർ സപ്പോർട്ട്. ആളുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള ആളാണ് ആര്? നെപ്പോളിയൻ അല്ലേ? എല്ലാ സപ്പോർട്ടും വാങ്ങാൻ പറ്റുന്ന, അവരെ ജനങ്ങളൊക്കെ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന, മൃഗങ്ങളെ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ടാണ് ആരെ കാണുന്നത്? നെപ്പോളിയനെ കാണുന്നത്. ഇൻ ബിറ്റ്വീൻ മീറ്റിംഗ്സ്. മീറ്റിങ്ങുകൾക്കിടയിൽ ഈ മീറ്റിങ്ങിലേക്ക് ആളെത്തിക്കണമല്ലോ, മൃഗങ്ങളെ എത്തിക്കണം, എങ്കിലും മീറ്റിംഗ് വിജയിക്കുള്ളൂ. അപ്പോൾ അതിനൊക്കെയുള്ള സ്വാധീനം ആർക്കുണ്ട്? സംഘാടകനാണ് ആര്? നെപ്പോളിയൻ. അപ്പോൾ നെപ്പോളിയൻ ആരായിട്ടാണ് പരിഗണിക്കുന്നത്? മികച്ച സംഘാടകനായിട്ടും. അതുപോലെ സ്നോബോളിനെ മികച്ച പ്രാസംഗികനായിട്ടാണ് ആര് കണ്ടത്?
അവർ കണ്ടത്. സ്നോബോൾ ബ്രിംസ് വിത്ത് ഐഡിയാസ് ഫോർ ഇംപ്രൂവിങ് ദ ഫാം. സ്നോബോളാണ് ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. സ്നോബോളിൻ്റെ ഐഡിയകളൊക്കെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഹി സ്റ്റഡീസ് മിസ്റ്റർ ജോൺസ് ബുക്സ് ആൻഡ് ഇവൻച്വലി concords a scheme to build a windmill with which the animals could generate electricity and automate many farming tasks, bringing new comforts to the animals' lives. അങ്ങനെ സ്നോബോൾ പുതിയ പുതിയ ആശയങ്ങളുമായിട്ടാണ് മൃഗങ്ങളുടെ ഇടയിലേക്ക് വരുന്നത്. അദ്ദേഹം ഓരോ തവണ യോഗം വിളിച്ചു കൂട്ടുമ്പോഴും അവിടെയുള്ള പ്രസംഗങ്ങളിലൊക്കെ അദ്ദേഹത്തിന് പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ട്. ആർക്ക്? സ്നോബോൾ. അങ്ങനെ അദ്ദേഹം പുതിയൊരു ആശയമായിട്ട് പിന്നീട് വന്നെന്താണ്, ഈ ഫാം ഇങ്ങനെ ആയാൽ പോരാ. കാരണം ഫാമിലിപ്പോൾ എല്ലാ മൃഗങ്ങളും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കുന്നതിനൊക്കെ അവർക്ക് എന്താണ്, അവരുടെ പവർ ഉപയോഗിക്കണം, അനിമൽ പവർ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അത് പോരാ, ഇനി കുറച്ച് മെഷീൻസൊക്കെ വേണം എന്നൊരു അഭിപ്രായം ആർക്ക് വരുന്നുണ്ട്? സ്നോബോളിന് വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഈ സ്റ്റഡീസ് മിസ്റ്റർ ജോൺസ് ബുക്സ്, ജോണിൻ്റെ പുസ്തകം അദ്ദേഹം ഒരുപാട് വായിച്ചു. അങ്ങനെ ഇവഞ്ച്വലി കൊങ്കോഡ്സ് എ സ്കീം ടു ബിൽഡ് എ വിൻഡ് മിൽ. അപ്പോൾ ഒരു വിൻഡ് മിൽ സ്ഥാപിക്കാനാണ് അല്ല, വിൻഡ് മിൽ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തുകയാണ്. വിത്ത് വിച്ച് ദ അനിമൽസ് കുഡ് ജനറേറ്റ് ഇലക്ട്രിസിറ്റി. വിൻഡ് മിൽ അറിയില്ല, നമ്മുടെ ഈ കാറ്റാടി യന്ത്രം പോലെയുള്ള അങ്ങനെയുള്ള പിന്നെ അതിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കാനുള്ളൊരു വിൻഡ് മിൽ സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? ആൻഡ് ഓട്ടോമേറ്റ് മെനി ഫാമിംഗ് ടാസ്ക്. അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഈ ഫാം വർക്കുകളൊക്കെ ഇലക്ട്രിസിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരുപാട് വർക്കുകൾ നമുക്ക് കുറഞ്ഞു കിട്ടും. അതുവഴി നമുക്ക് ഇലക്ട്രിസിറ്റി വഴി, കറണ്ട് വഴി എന്ത് ചെയ്യാം, പവർ വഴി നമുക്കതൊക്കെ ഉപയോഗപ്പെടുത്താമെന്നുള്ളൊരു അഭിപ്രായം സ്നോബോൾ മുന്നോട്ട് വെച്ചു എന്നാണ് പറഞ്ഞത്. ബ്രിങ്ങിങ് നോ കംഫോർട്ട്സ് ടു ആനിമൽസ് ലൈഫ്സ്. അങ്ങനെ പുതിയ ഒരു കംഫേർട്ട്സ് അല്ലേ, അതായത് ആശ്വാസം കിട്ടും അവരുടെ ജീവിതത്തിന്. ബട്ട് ബിൽഡിംഗ് ദ വിൻമിൽ വുഡ് എൻറ്റൈൽ മച്ച് ഹാർഡ് വർക്ക് ആൻഡ് ഡിഫിക്കൽട്ടി. നെപ്പോളിയൻ കണ്ടൻസ് ദാറ്റ് ദ അനിമൽസ് ഷുഡ് അറ്റൻഡ് ടു ദെയർ കറണ്ട് നീഡ്സ് റാദർ ദാൻ എ പ്ലാൻ ഫോർ എ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ? ഈ മില്ലുണ്ടാക്കാൻ, വിൻമില്ലുണ്ടാക്കാൻ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. അതിന് അത്യാവശ്യം ജോലി ആവശ്യമുണ്ട് അല്ലേ. ബിൽഡിങ് അത് ബിൽഡ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യം ഒരു ടാസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വർക്കും അതുപോലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും എന്നുള്ളതൊക്കെ അവർ അറിയിക്കുകയാണ്. നെപ്പോളിയൻ കണ്ടൻസ് ദാറ്റ് ആനിമൽസ് ഷുഡ് അറ്റൻഡ് ടു ദർ കറണ്ട്. പക്ഷേ നെപ്പോളിയൻ ഇടയിൽ പറഞ്ഞു, തൽക്കാലം ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴുള്ള ആവശ്യങ്ങളൊക്കെ നടക്കണം. ഇതിന് വേണ്ടി ഒരുപാട് പണിയെടുത്തുകൊണ്ട് ഈ ജോലി നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് ഈ ജോലി ഇപ്പോൾ അങ്ങനെ തുടർന്ന് പോകുന്നത് നല്ലത് തന്നെയാണെന്നുള്ള പ്ലാനാണ് ആർക്കുള്ളത്? നീഡ്സ് റാദർ ദാൻ പ്ലാൻ ഫോർ എ ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചർ. മറ്റേത് ഇനി കുറേ ഭാവിയിൽ വരാനുള്ള സംഗതിയാണ്. അപ്പോൾ അതിനു വേണ്ടി ജോലി ചെയ്യാം. പക്ഷേ അതേക്കാൾ പ്രസക്തി എന്തിനാണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജോലി തുടരുക എന്നുള്ളതിലാണ് എന്നുള്ളത് ആര് പറഞ്ഞു? നെപ്പോളിയൻ പറഞ്ഞു. ദ ക്വസ്റ്റ്യൻ ഡീപ്ലി ഡിവൈഡ്സ് ദ അനിമൽസ്. ഇങ്ങനെയുള്ള ഒരു സംശയം അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. ആർക്കിടയിൽ? അനിമൽസ്. അതായത് ഇലക്ട്രിസിറ്റി കൊണ്ടുവരാം എന്നുള്ള ഒരു അഭിപ്രായം ഒരു ടീമിന്. അതായത് അവരുടെ ഐഡിയ ആണ്. മിസ്റ്റർ ജോൺസൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് പിന്നെ സ്നോബോളിനുണ്ടായ ഐഡിയ ആണ് എന്തുള്ളത്? ഇലക്ട്രിസിറ്റി കൊണ്ടുവരാം. അതിനെന്ത് സ്ഥാപിക്കണം? വിൻഡ് മിൽ സ്ഥാപിക്കണം. പക്ഷെ അതിനാരും സഹായം ആവശ്യമുണ്ട്? എല്ലാ മൃഗങ്ങളുടെയും പവർ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അതിനിടയിൽ ആ നെപ്പോളിയൻ കയറി വന്നിട്ട് പറഞ്ഞു, അതൊക്കെ അത് ഡിസ്റ്റൻസ് ഫ്യൂച്ചറിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോഴുള്ള കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഈ അനിമൽസിൻ്റെ സഹായം എവിടെയാണ് ആവശ്യമെന്ന് നെപ്പോളിയൻ പറഞ്ഞു. അപ്പോൾ ഇത് രണ്ട് കൂട്ടർക്കിടയിൽ നിന്നുണ്ടാക്കുന്ന ചെറിയ തർക്കം ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത് അല്ലേ. നെപ്പോളിയൻ കണ്ടൻസ്. ദെൻ ദ ക്വസ്റ്റ്യൻ ഡീപ്ലി ഡിവൈഡ്സ് ദ അനിമൽസ്. ഈ ഒരു ചോദ്യം മൃഗങ്ങൾക്കിടയിൽ നിന്നുണ്ടായി ഭിന്നിപ്പുണ്ടാക്കി. നെപ്പോളിയൻ സർവേസ് സ്നോബോൾസ് പ്ലാൻസ് ആൻഡ് എക്സ്പ്രസസ് ഹിസ് കണ്ടംപ്റ്റ് ബൈ യുറിനേറ്റിംഗ് ഓൺ ദം. അങ്ങനെ നെപ്പോളിയൻ എന്താണ് ഒരു ഐഡിയ ഉണ്ടാക്കുക, സർവേ നടത്താണ് അല്ലേ. ആൻഡ് ഈസ് എക്സ്പ്രസസ് ഹിസ് കണ്ടംപ്റ്റ് ബൈ യുറിനേറ്റിംഗ് ഓൺ ദം. അദ്ദേഹത്തിൻ്റെ വെറുപ്പ് അദ്ദേഹം എന്താണ് അതിൻ്റെ മേലെ മൂത്രമൊഴിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ എന്ത് ചെയ്തു? പ്രതിഷേധം അറിയിച്ചു എന്നുള്ളത്. ഈ പ്ലാൻ വേണ്ടെന്നുള്ളത്. വെൻ സ്നോബോൾ ഹാസ് ഫൈനലി കംപ്ലീറ്റഡ് ഹിസ് പ്ലാൻസ്. അങ്ങനെ പക്ഷേ ഈ സ്നോബോൾ ഇതിൽ നിന്ന് മാറിപ്പോകാൻ തയ്യാറല്ല. അയാൾ എന്ത് ചെയ്തു? തൻ്റെ ഈ പ്ലാന് കംപ്ലീറ്റ് ചെയ്തു അദ്ദേഹം. ഓൾ അസംബിൾ ഫോർ എ ഗ്രേറ്റ് മീറ്റിംഗ് ടു ഡിസൈഡ് വെദർ ടു അണ്ടർടേക്ക് ദ വിൻമിൽ പ്രൊജക്റ്റ്. പക്ഷേ ഇതിൽ നിന്നൊക്കെ മാറി അദ്ദേഹം തൻ്റെ അതായത് ഇതിന് പ്രൊജക്റ്റ് തയ്യാറാക്കണമല്ലോ. ആ പ്രൊജക്റ്റ് സ്നോബോൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ പേരിൽ പിന്നെ ഇത് എങ്ങനെ നടപ്പാക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു മീറ്റിംഗ് നടക്കണം. അസംബിൾ ഫോർ എ ഗ്രേറ്റ് മീറ്റിംഗ്, ഒരു വലിയ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നു. ടു ഡിസൈഡ് വെദർ ടു അണ്ടർടേക്ക് ദ വിൻഡ് മിൽ പ്രൊജക്റ്റ്. ഇത് നടപ്പാക്കണം. പ്രൊജക്റ്റ് റെഡിയാണ്. ഇനി പ്രൊജക്റ്റ് വെച്ചിട്ട് ഇത് നടപ്പാക്കണോ വേണ്ടേ എന്നുള്ളതിനെ അറിയാൻ വേണ്ടിയുള്ളൊരു മീറ്റിംഗ് നടത്തി. സ്നോബോൾ ഗീവ്സ് എ പാഷനറ്റ് സ്പീച്ച്. അവിടെ വെച്ചിട്ട് സ്നോബോൾ വലിയ പ്രസംഗം നടത്തുകയാണ്. ഈ പ്രസംഗത്തിന് ചരിത്രത്തിൽ ഒരുപാട് വലിയ പ്രാധാന്യമുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ജൂലിയസ് സീസറിൽ ആൻ്റണി നടത്തുന്ന പ്രസംഗം ലോകപ്രസിദ്ധമാണ്. അങ്ങനെ ഒട്ടുമിക്ക ലോക നേതാക്കളൊക്കെ വലിയ വലിയ പ്രാസംഗികരാണ്. അപ്പോൾ പ്രസംഗത്തിന് വലിയ പ്രാധാന്യമുണ്ട് ജനങ്ങളെ സ്വാധീനിക്കുന്നതിലെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നെ സ്നോബോൾ വലിയ പ്രസംഗം നടത്തുകയാണ്.
തൻ്റെ ആശയങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നടത്തുന്ന വലിയ പ്രസംഗമാണ് ആര് നടത്തിയത്? സ്നോബാൾ നടത്തിയത്. ടു വിച്ച് നെപ്പോളിയൻ റെസ്പോൺസ് വിത്ത് പതറ്റിക്കലി അൺഅഫക്റ്റിംഗ് ആൻഡ് ബ്രീഫ് റിട്ടോർട്ട്. അപ്പോൾ ഒരു ദുഃഖപൂർണ്ണമായിട്ടുള്ള റെസ്പോണ്ടാണ് ആര് ഭാഗത്തുള്ളത്? നെപ്പോളിയൻ്റെ ഭാഗത്തുനിന്ന്. അത്ര താല്പര്യം എടുക്കാത്തൊരു ഒരു പ്രതികരണമാണ് നെപ്പോളിയൻ നൽകിയത്. സ്നോബാൾ സ്പീക്സ് ഫർദർ. പക്ഷേ അതിനൊക്കെ മറികടന്നുകൊണ്ട് വീണ്ടും സ്നോബാൾ പ്രസംഗിക്കുക തന്നെയാണ്. ഇൻസ്പയറിംഗ് ദ അനിമൽസ് വിത്ത് ഹിസ് ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ വണ്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഇപ്പോൾ അദ്ദേഹം പറയുന്നു വരുന്നത് എന്താണ്? ഇലക്ട്രിസിറ്റി വന്നാൽ ഉണ്ടാകുന്ന ഗുണത്തെക്കുറിച്ചാണ് ഇയാളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടേയിരിക്കുന്ന മൃഗങ്ങൾക്ക്. ജസ്റ്റ് ആസ് ദ അനിമൽസ് പ്രിപ്പയർ ടു വോട്ട്. അങ്ങനെ വോട്ടെടുപ്പിൻ്റെ സമയമാകുകയാണ്. അതായത് ഇലക്ട്രിസിറ്റി കൊണ്ടുവരണോ വിൻമിൽ സ്ഥാപിക്കണോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു വോട്ടെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണ്. ഹൗവർ Napoleon gives a strange whimper and 9 enormous dogs wearing brass-studded collars charge into the barn, attack Snowball and chase him off the farm. പക്ഷേ അതിനിടയിൽ നമ്മുടെ നെപ്പോളിയൻ മറ്റൊരു സൂത്രം ഒപ്പിച്ചിരുന്നു. ഇയാളെ ഇവിടുന്ന് പായിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ സ്നോബാളിനെ പായിപ്പിക്കാൻ വേണ്ടി, ഓടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കുറച്ച് ഡോഗ്സിനെ റെഡിയാക്കി നിർത്തിയിരുന്നു അല്ലേ. അപ്പോൾ മൃഗങ്ങൾ വോട്ട് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് നെപ്പോളിയൻ എന്ത് ചെയ്തു? നെപ്പോളിയൻ ഉണ്ടാക്കിയ തന്ത്രം എന്തായിരുന്നു? 9 ഇനോമസ് ഡോഗ്സ്, വലിയ 9 നായകൾ, വെയറിങ് ബ്രാസ്റ്റഡ് കോളേഴ്സ് അല്ലേ, കഴുത്തിൽ വലിയ പട്ടക്കയുള്ള വലിയ 9 നായകൾ എന്താണ്? ചാർജ് ഇൻ ടു ദ ബാൺ. ആ ബാണിലേക്ക് പെട്ടെന്ന് കുതിച്ച് കയറി. അറ്റാക്ക് ചെയ്തു? സ്നോബാളിനെ അറ്റാക്ക് ചെയ്തു. ആൻഡ് ചേസ് ഹിം ഓഫ്. അങ്ങനെ ഫാമിൽ നിന്ന് തന്നെ ഓടിക്കാണ്? സ്നോബാളിനെ ഓടിച്ചു. ദ റിട്ടേൺ ടു നെപ്പോളിയൻ സൈഡ്. ഓടിച്ചു കഴിഞ്ഞ ശേഷം നെപ്പോളിയൻ്റെ അടുത്ത് വന്ന് നിൽക്കണം ഈ നായകൾ. അതായത് ഒരുപക്ഷെ നെപ്പോളിയൻ തോന്നിയിട്ടുണ്ടാകും ഇങ്ങനെ വോട്ടെടുപ്പ് നടന്നു കഴിഞ്ഞാൽ വിൻമിൽ സ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് മൃഗങ്ങൾ പോകുന്നുള്ളൂ. അപ്പോൾ അതിനെ തുരത്താൻ വേണ്ടി അവസാനം ഉപയോഗിക്കണം? നായകളെ ഉപയോഗിച്ചു നെപ്പോളിയൻ. അങ്ങനെ സ്നോബോളിനെ ഓടിച്ച ശേഷം ഈ നായകൾ ആരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു? നെപ്പോളിയൻ്റെ അടുത്തേക്ക്. ആൻഡ് വിത്ത് ദ ഡോഗ്സ് ഡോളിങ് മിനാൻസ്ലി. ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഇങ്ങനെ മുരണ്ടുകൊണ്ട് നായകൾ നെപ്പോളിയൻ്റെ സൈഡിൽ നിൽക്കണം. നെപ്പോളിയൻ അനൗൺസസ്. പിന്നെ അടുത്ത പ്രസംഗം നെപ്പോളിയൻ്റെതാണ്. എന്താ നെപ്പോളിയൻ പറയുന്നത്? ദാറ്റ് ഫ്രം നൗ ഓൺ മീറ്റിംഗ്സ് വിൽ ബി ഹെൽഡ് ഓൺലി ഫോർ സെറിമോണിയൽ പർപ്പസസ്. ഇനി നമ്മൾ ഈ ചർച്ചകൾക്ക് വേണ്ടിയുള്ള മീറ്റിംഗ് ഇല്ല, എന്തെങ്കിലും ചടങ്ങുകൾ നടക്കുകയാണെങ്കിൽ അതിന് മാത്രമുള്ള മീറ്റിംഗ് നടക്കുന്നുള്ളൂ എന്ന് നെപ്പോളിയൻ പറഞ്ഞു. ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ വിൽ ഫാൾ ടു ദ പിഗ്സ് അലോൺ. പിന്നെ അദ്ദേഹം പറഞ്ഞു ഇനി എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ അതിന് അധികാരമാർക്ക് മാത്രമേ ഉള്ളൂ, പന്നികൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു പ്രഖ്യാപനവും നടത്തി നമ്മുടെ നെപ്പോളിയൻ നടത്തി. ആഫ്റ്റർവേർഡ് മെനി ഓഫ് ദ അനിമൽസ് ഫീൽ കൺഫ്യൂസ്ഡ് ആൻഡ് ഡിസ്റ്റർബ്ഡ്. Schiller explains to them that Napoleon is making a great sacrifice in taking the leadership responsibilities upon himself, and that as the cleverest animal he serves the best interest of all by making the decisions. അങ്ങനെ വീണ്ടും ആഫ്റ്റർവേർഡ് അതിന് ശേഷം ഉണ്ടായ സംഭവം എന്താണ്? മെനി ഓഫ് ദ അനിമൽസ് ഫീൽ കൺഫ്യൂസ്ഡ്. ഇവിടെ വലിയൊരു പ്രശ്നം നടന്നല്ലോ. കാരണം വോട്ടെടുപ്പിന് പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്നോബോളിനെ തുരത്തി അവിടുന്ന് അല്ലേ. അപ്പോൾ മൃഗങ്ങൾക്കിടയിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. എന്താണ് സംഭവിക്കുന്നത് പലർക്കും മനസ്സിലായില്ല. എന്താണ് ഇവിടെ നടന്ന കാര്യം എന്നുള്ള പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കി. ചില ആളുകൾ എന്തെങ്കിലും ഭയങ്കര നിരാശരായിപ്പോയി. അപ്പോൾ അവിടെ സ്കീലർ ഇടപെടാണ്. സ്കീലർ എന്താ പറഞ്ഞേ? എക്സ്പ്ലെയിൻസ് ടു ദം ദാറ്റ് ദ നെപ്പോളിയൻ ഈസ് മേക്കിംഗ് എ ഗ്രേറ്റ് സാക്രിഫൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല, നെപ്പോളിയൻ നമുക്ക് വേണ്ടി വലിയൊരു ത്യാഗമാണ് ചെയ്തത് ഇൻ ടേക്കിംഗ് ദ ലീഡർഷിപ്പ്. കാരണം നേതൃത്വം ഏറ്റെടുക്കുക എന്നുള്ള വലിയ ത്യാഗമുള്ള കാര്യമാണ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു നേതൃത്വത്തിലേക്ക് ആര് വന്നിട്ടുണ്ട്? നെപ്പോളിയൻ വന്നത് വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണെന്നുള്ള പ്രസംഗം നടത്തിയ സ്കീലർ. ആൻഡ് ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റീസ് അപ്പോൺ ഹിംസെൽഫ് അല്ലേ. സ്വയം ഇത് ഏറ്റെടുക്കുക എന്നുള്ള ചില്ലറ കാര്യമില്ല എന്നുള്ള കാര്യം ധരിപ്പിക്കുകയാണ് മറ്റു മൃഗങ്ങളെ. ദാറ്റ് ആസ് ദ ക്ലെവറസ്റ്റ് അനിമൽ ഹി സെർവ്സ് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ബൈ മേക്കിംഗ് ദ ഡിസിഷൻസ്. മാത്രമല്ല ഏറ്റവും നല്ല ബുദ്ധിയുള്ള മൃഗം എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല കഴിവുകൾ നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്നത് ചിലവഴിക്കാണ് അല്ലേ. ബൈ മേക്കിംഗ് ദ ഡിസിഷൻ. ഓരോ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഏറ്റവും നല്ല നമുക്ക് താല്പര്യമുള്ള നമ്മളോട് യോജിക്കുന്ന തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തു തരും എന്നൊക്കെ ഈ സ്കീലർ എക്സ്പ്ലെയിൻ ചെയ്യണം. ദ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്ലക്കേറ്റ് ദ അനിമൽസ് ദോ ദേ സ്റ്റിൽ ക്വസ്റ്റ്യൻ ദ എക്സ്പൾഷൻ ഓഫ് സ്നോബാൾ. അപ്പോൾ ഏകദേശമൊക്കെ അത് കുറേയൊക്കെ ആ അനിമൽസിനൊക്കെ ബോധ്യപ്പെട്ടു അല്ലേ. കുറേയൊക്കെ അവർക്ക് ബോധ്യപ്പെട്ടു ഈ വിശദീകരണം. എങ്കിലും സ്റ്റിൽ ക്വസ്റ്റ്യൻ, അവരെന്നാലും അവർക്ക് യോജിക്കാൻ കഴിയാത്തൊരു മേഖല എന്തായിരുന്നു? എക്സ്പൾഷൻ ഓഫ് സ്നോബാൾ. സ്നോബാളിനെ എന്തിനാ പുറത്താക്കിയ എന്നുള്ളതാണ്. സ്നോബാളിനെ അങ്ങനെ നായകളെ ഉപയോഗിച്ച് പുറത്തേക്കേണ്ടതില്ലായിരുന്നു എന്നുള്ളതിലൊക്കെ ചില മൃഗങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ട്. അതിനും സ്കീലർ എക്സ്പ്ലെയിൻ ചെയ്ത് സ്കീലർ പറഞ്ഞു, സ്കീലർ എക്സ്പ്ലെയിൻസ് ദാറ്റ് സ്നോബാൾ വാസ് എ ട്രൈറ്റർ ആൻഡ് എ ക്രിമിനൽ. കണ്ടോ? അപ്പോൾ അവിടെ വേഗം എത്ര പെട്ടെന്നാണ് സ്കീലർ
സ്കീലറിൻ്റെ പ്രസ്താവന കൊണ്ട് എത്ര പെട്ടെന്ന് സ്നോബോൾ എന്തായി മാറി? ക്രിമിനലായി മാറി, ട്രൈറ്ററായി മാറി. നമ്മുടെ ആധുനിക രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് എതിർക്കുന്നവരെയൊക്കെ എന്താക്കുക? രാജ്യദ്രോഹികളാക്കുക, ക്രിമിനലുകളാക്കുക. ഇതൊക്കെയാണ് ആധുനിക രാഷ്ട്രീയത്തിൻ്റെ ചില കാര്യങ്ങളെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ആര്? അത് വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഈ നോവലിലൂടെ നമ്മുടെ ജോർജ് ഓർവെൽ. കണ്ടില്ലേ? ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ഇപ്പോൾ ഇയാൾ ഒരു തീരുമാനം പറഞ്ഞിട്ടുള്ളൂ സ്നോബോൾ. അപ്പോഴേക്കും അദ്ദേഹം തുരത്ത് മാത്രമല്ല, പിന്നെ അദ്ദേഹത്തിന് എന്താക്കുകയാണ്? സ്കീലർ എന്താ ചെയ്തത്? എന്താ പറഞ്ഞത്? എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ സ്നോബോൾ വാസ് എ ട്രൈറ്റർ. ഉണ്ടോ? എന്താ പറഞ്ഞത്? ട്രൈറ്ററാണ്, രാജ്യദ്രോഹിയാണ് അദ്ദേഹം, ആൻഡ് എ ക്രിമിനൽ, അദ്ദേഹം വലിയ കുറ്റവാളിയാണെന്ന് പറഞ്ഞു. ഇവഞ്ച്വലി ദ ആനിമൽസ് കം ടു ആക്സെപ്റ്റ് ദ വേർഷൻ ഓഫ് ഇവൻസ് and Boxer adds greatly to Napoleon's prestige by adopting the maxim, I will work harder. The Napoleon is always right. അങ്ങനെ നോക്കൂ, ഈ നപ്പോളിയനെ എങ്ങനെയാണ് നേതാവാക്കി വാഴ്ത്തുന്നത് എന്നും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇവഞ്ച്വലി, പിന്നെ ക്രമേണ, ദ ആനിമൽസ് കം ടു ആക്സെപ്റ്റ് ദ വേർഷൻ ഓഫ് ഇവൻസ്. അങ്ങനെ വരാൻ പോകുന്ന സംഗതികൾ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാണ്? ബോക്സർ ഇടപെട്ടാണ്. എന്താ? ബോക്സർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു ഗ്രേറ്റ് ലൈറ്റ് നെപ്പോളിയൻസ് പ്രസ്റ്റിജ്, അല്ലേ? അവിടെ അദ്ദേഹം അതിനു വേണ്ടി നെപ്പോളിയനെ വാഴ്ത്തപ്പെട്ടവനാക്കാൻ വേണ്ടി അദ്ദേഹം നെപ്പോളിയൻ്റെ പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ ആയിട്ട് ഇതിനെ കാണുകയാണ്. എന്നിട്ട് എന്ത് പറയാണ്? ബൈ അഡോപ്റ്റിംഗ് ദ മാക്സിംസ്, അദ്ദേഹം നെപ്പോളിയൻ്റെ പ്രസ്റ്റീജിനെ സംരക്ഷിക്കാൻ വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക, ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി ബോക്സർ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു അദ്ദേഹം ഒരു മാക്സിം ഉദ്ധരിക്കണം. മാക്സിമം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു ആപ്തവാക്യമാണ്, അല്ലേ? എന്നിട്ട് പറയാണ് ഐ വിൽ വർക്ക് ഹാർഡർ, നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്. ഇതൊരു തത്വമായിട്ട് അവർ കാണാണ്. അതായത് ഇപ്പോൾ നെപ്പോളിയനെ സ്നോബോളിനെ ഒഴിവാക്കിയത് പ്രശ്നമല്ല, നെപ്പോളിയൻ തന്നെ നേതാവ് എന്ന് പറയാൻ വേണ്ടി ഈ ഒരു മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയണം. അതായത് മൃഗങ്ങൾ ഏറ്റെടുക്കണം. എന്താണത്? ഐ വിൽ വർക്ക് ഹാർഡർ. ഒന്നും നോക്കാമല്ല, ഞാൻ കൂടുതൽ എന്ത് ചെയ്യും? ഹാർഡർ, അല്ലേ? നേരത്തെ വർക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ ഹാർഡായിട്ട് ഞാൻ വർക്ക് ചെയ്യും. പിന്നെയോ നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്, നെപ്പോളിയൻ എന്ത് പറഞ്ഞാലും ശരിയായിരിക്കും, പിന്നെ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന രൂപത്തിലേക്കുള്ളൊരു മുദ്രാവാക്യം ഉണ്ടാക്കി കൊടുത്തു. ആർക്ക്? മൃഗങ്ങൾക്ക്. പിന്നെ അവരെപ്പോഴും ഇതാണ് പറയേണ്ടതിന്, അല്ലേ? ഐ വിൽ വർക്ക് ഹാർഡർ, നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്. ഇതങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ നെപ്പോളിയൻ എപ്പോഴും ശരിയായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയത് ആരുണ്ടാക്കി കൊടുത്തത്? ബോക്സറാണ്. ആരാ കൊടുത്തത്? ബോക്സർ, അല്ലേ? സ്കീലറുടെ ജോലി എന്തായിരുന്നു? സ്കീലർ നെപ്പോളിയനെ ന്യായീകരിക്കാൻ വേണ്ടി ആരെ ട്രൈറ്ററാക്കി? സ്നോബോളിനെ ട്രൈറ്ററാക്കി, ക്രിമിനലാക്കി. അതിൻ്റെ ഇടയിൽ കൂടെ ബോക്സർ എന്ത് ചെയ്തു? ഒരു മുദ്രാവാക്യം ഉണ്ടാക്കി കൊടുത്തു, ഒരു മാക്സിം, ഒരു ആപ്തവാക്യം പോലെ ഒരു വാക്ക്. അതങ്ങനെ എപ്പോഴും പറഞ്ഞു നടക്കാനുള്ള വാക്കായി മാറി. ദീസ് ടു മാക്സിംസ് സൂൺ, രണ്ട് വാക്ക് ഏതൊക്കെയാണ്? ഐ വിൽ വർക്ക് ഹാർഡർ, നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ്. ഈ രണ്ട് മാക്സിംസ് സൂൺ റീഇൻഫോഴ്സ് ഈച്ച് അതർ, പരസ്പരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഫലിപ്പിച്ചു, അല്ലേ? അതർ ഈച്ച് അതർ. വെൻ 3 weeks after the banishment of Snowball, the animals learned that Napoleon supports the windmill project. അങ്ങനെ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? അങ്ങനെ വേറെ രസകരമായ കാര്യം എന്നുള്ളത്, ഇവർ വിചാരിച്ചു സ്നോബോളിനെ പുറത്താക്കിയ ശേഷം പിന്നെ വിൻമിൽ പ്രൊജക്റ്റ് വരില്ല എന്നുള്ളതാണ്. പക്ഷേ അവിടെ സംഭവിച്ചെന്നറിയാം, 3 weeks after, 3 ആഴ്ച കഴിഞ്ഞു, ദ ബാനിഷ്മെൻറ്റ് ഓഫ് സ്നോബോളിനെ ആ ഫാമിൽ നിന്ന് പുറത്താക്കിയിട്ട് 3 ആഴ്ച കഴിഞ്ഞു. ദ ആനിമൽസ് ലേൺ ദാറ്റ് നെപ്പോളിയൻ സപ്പോർട്ട്സ്, പിന്നീട് അവർക്ക് മനസ്സിലായി നെപ്പോളിയൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തിനാ? ദ വിൻമിൽ പ്രൊജക്റ്റ്. സ്കിലർ എക്സ്പ്ലെയിൻസ് ദാറ്റ് ദർ ലീഡർ നെവർ റിയലി ഒപ്പോസ്ഡ് ദ പ്രപ്പോസൽ. പിന്നെ അതിനെ ന്യായീകരിക്കുകയാണ്, അല്ലേ? അവർ നേരത്തെ വിചാരിച്ചത് സ്നോബോൾ കൊണ്ടുവന്ന പ്രൊജക്റ്റ് പറ്റാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് സ്നോബോളിനെ പുറത്താക്കുന്നത്. അതല്ല, പക്ഷേ എന്തായിരിക്കാം? നെപ്പോളിയൻ നേതാവാകാൻ വേണ്ടി സ്നോബോളിനെ പുറത്താക്കിയതായിരിക്കാം. അപ്പോൾ ആനിമൽസിന് സംശയമായി, എന്താ കാര്യം? പിന്നെ എന്തുകൊണ്ടാണ് ആ പ്രൊജക്റ്റ് കൊണ്ടുവന്നപ്പോൾ സ്നോബോളിനെ പുറത്താക്കിയത്? കാര്യം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ സ്നോബോളിനെ പുറത്താക്കേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ എന്തിനാണ് പുറത്താക്കിയത് എന്നുള്ള സംശയം വന്നപ്പോൾ സ്കീലർ വീണ്ടും ഇടപെടുകയാണ്. സ്കീലർ പറഞ്ഞു ദർ ലീഡർ നെവർ റിയലി ഒപ്പോസ്ഡ് ദ പ്രപ്പോസൽ. ഇതിനെ കൊണ്ടുവന്ന പ്രപ്പോസലിനെ, ആ പ്രൊജക്റ്റിനെ ആരും എതിർത്തിട്ടില്ല. സ്നോബോളിൻ്റെ പ്രൊജക്റ്റിനെ നെപ്പോളിയൻ എതിർത്തിട്ടില്ല. പിന്നെന്താ സംഭവിച്ചത്? ഹി സിംപ്ലി യൂസ്ഡ് ഹിസ് അപ്പറൻറ്റ് ഒപ്പോസിഷൻ ആസ് എ മെനിയോർ ടു ഔട്ട് ദ വിക്കഡ് സ്നോബോൾ. എന്താ പറഞ്ഞത്? ഹി സിംപ്ലി യൂസ്ഡ് ദിസ് അപ്പറൻറ്റ് ഒപ്പോസിഷൻ ആസ് എ മെനിയോർ ടു ഔട്ട് ദ വിക്കഡ്. ഇത് സ്നോബോളിനെ പുറത്താക്കാൻ വേണ്ടി ചെയ്ത തന്ത്രം മാത്രമാണ്. അതായത് ട്രൈറ്ററാണല്ലോ ഇപ്പോൾ ആര്? സ്നോബോൾ, അല്ലേ? ക്രിമിനലാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു ഫലിപ്പിച്ച്. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇയാൾ പുറത്താക്കാൻ മാത്രം വേണ്ടി ഒരു കാര്യം ചെയ്തതാണ് നെപ്പോളിയൻ. അല്ലാതെ ഈ പ്രൊജക്റ്റിന് ആരെതിരല്ല, നമ്മുടെ ഈ നെപ്പോളിയനെതിരല്ല എന്നൊക്കെ സ്കീലർ ഈ മൃഗങ്ങളെ പറഞ്ഞ് ഫലിപ്പിക്കണം. ദീസ് ടാക്ടിക്സ് ഹി ക്ലെയിംസ് സെർവ്ഡ് ടു അഡ്വാൻസ് ദ കളക്റ്റീവ് ബെസ്റ്റ് ഇൻട്രസ്റ്റ്. നേരത്തെ എന്താണ്? സ്നോബോൾ വോട്ടിനിട്ടുകൊണ്ടാണിത് നടത്താൻ വേണ്ടി വിചാരിച്ചത്.
ഇനി വോട്ടിനിടാതെ എല്ലാ മൃഗങ്ങളുടെയും പിന്തുണ കൊണ്ട് തന്നെ ഈ നടത്താനുള്ളൊരു ശ്രമമാണ് ആരും നടത്തിയത്. അതായത് എല്ലാവരും മൃഗങ്ങളെ ഒറ്റക്കെട്ടായിക്കൊണ്ട് ഇതിൻ്റെ പിന്നിൽ അണിനിരത്താനുള്ള ശ്രമമാണ് ആരും നടത്തിയത്, നമ്മുടെ നെപ്പോളിയൻ നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിക്കുക എന്നുള്ള തന്ത്രമാണ് ഇയാൾ സ്വീകരിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നെപ്പോളിയനെ ന്യായീകരിക്കുകയാണ് ആര്, സ്കീലർ. എന്താ പറഞ്ഞത്, എല്ലാവരുടെയും ടാക്ടിക്സ് തന്ത്രമായിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. സ്കീലേഴ്സ് വേർഡ്സ് പ്രൂവ് സോ അപ്പീലിംഗ് and the growls of this three dog encourage so threatening that the animals accepts his explanation without questions. അങ്ങനെ സ്കീലർ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ വളരെ അപ്പീലിംഗ് അല്ലേ, വളരെ താഴ്മയോടുകൂടി ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതേസമയം അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്, 3 നായകൾ, നേരത്തെ സ്നോബാൾ തുരത്തി ഓടിച്ചതിൽപ്പെട്ട 3 നായകൾ എന്താണ് ഈ ഒരു ഭീഷണി സ്വരത്തിൽ ഇങ്ങനെ മുരണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആരെങ്കിലും എതിര് പറയുകയാണെങ്കിൽ ഒരു പക്ഷേ അവരെ പുറത്താക്കാൻ വേണ്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ആക്രമിക്കാൻ വേണ്ടി ആയിരിക്കാം. അപ്പോൾ 2 സമയം ഒരേ സമയം നടക്കണം. ഒന്ന് അപ്പീലിങ്ങിൻ്റെ ഒരു സ്വരവും മറ്റൊന്ന് ഭീഷണിയുടെ സ്വരവും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ മൃഗങ്ങളെയും തങ്ങളുടെ ഈ വാദത്തിന് അനുകൂലമാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്, സ്കീലറും അതുപോലെ നെപ്പോളിയനും. ദാറ്റ് ദ അനിമൽസ് ആക്സെപ്റ്റ്. അവസാനം എന്താ സംഭവിച്ചത്, അനിമൽസ് സ്വീകരിക്കുകയാണ് ഹിസ് എക്സ്പ്ലനേഷൻ വിതൗട്ട് ക്വസ്റ്റ്യൻസ്. യാതൊരു ക്വസ്റ്റ്യനും കൂടാതെ, ചോദ്യം ചെയ്യലും കൂടാതെ ഇവരുടെ ഈ പ്ലാനിനെ, ഈ തന്ത്രത്തെ അംഗീകരിക്കുന്നു ആര്, എല്ലാ മൃഗങ്ങളും എന്നാണ് പറയുന്നത്. ഇവിടെയാണ് 5ാമത്തെ ചാപ്റ്റർ അവസാനിക്കുന്നത്. സോ ലെറ്റ്സ് സ്റ്റോപ്പ് ദ ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.